വെൽക്കം. തഹമനാണ്. ഹീമോഡൈനാമിക്സ് പത്തോളജി വീഡിയോ സീരീസിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ എഡീമ ആൻഡ് എഫ്യൂഷൻ ആൻഡ് എഡീമ ഇതാണ് നമ്മൾ പറയാം. സോ നമുക്ക് എഡീമ ആൻഡ് എഫ്യൂഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് ഈസ് ടു ഡിഫൈൻ ഡെഫിനിഷൻ പറയണം. ദെൻ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനെ കുറിച്ചൊന്ന് പറയണം. എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റ്. സോ ട്രാൻസുഡേറ്റിനെ കുറിച്ച് പറയണം ആൻഡ് എക്സുഡേറ്റിനെ കുറിച്ച് പറയണം. ദെൻ പത്തോഫിസിയോളജി പറയണം. അപ്പോൾ കോസസ് പറയണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുക. ദെൻ സ്പെഷ്യൽ എഡീമാസ്, ദാറ്റ് ഈസ് കാർഡിയാക്, റീനൽ, അങ്ങനെയൊക്കെയുള്ള പൾമണറി, അങ്ങനെയൊക്കെയുള്ള നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയാം, പിറകെ വീഡിയോയിലായിരിക്കും പറയാം. അപ്പോൾ എഡീമയുടെ സ്പെല്ലിംഗ് OE എഴുതാം, അല്ലെങ്കിൽ O ഇല്ലാതെ എഡീമ എന്ന് എഴുതിയാലും ശരിയാണ്. എഡീമ മീൻസ് സ്വെല്ലിംഗ്. സ്വെല്ലിംഗ് എന്ന് വെച്ചാൽ നീര് വയ്ക്കുക, നീർക്കെട്ട് എന്ന് നമ്മൾ പറയും. ശരീരത്തിന്റെ ചില ഭാഗത്ത് മാത്രമായിട്ട് വരുന്നതാണെങ്കിൽ ലോക്കലൈസ്ഡ് ആണ്. ആൻഡ് ശരീരം മുഴുവൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ജനറലൈസ് ഓർ സിസ്റ്റമിക് ആണ്. അതിന് വേറെ പേരുണ്ട്, അനാസാർക്ക എന്നും നമ്മൾ വിളിക്കും. അനാസാർക്ക. അപ്പോൾ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ: എഡീമ ഈസ് ഡിഫൈൻഡ് ആസ് അബ്നോർമൽ ആണ്, അബ്നോർമൽ ആൻഡ് എക്സസീവ്, അമിതമായിട്ട്. എന്താണുള്ളത്? ഫ്ലൂയിഡ് അക്യൂമുലേഷൻ ആണ്. അക്യൂമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. എവിടെയാണ് ഇത് അക്യൂമുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലാണ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഇൻ ദ ടിഷ്യൂ സ്പേസസ്. സോ ഇതാണ് എഡീമ. സോ എഡീമ ഈസ് ദിസ് വൺ. ആൻഡ് ഇവിടെ ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നുള്ളത് മാറ്റി അവിടെ നമ്മൾ കാവിറ്റീസ് എന്ന് എഴുതിയ. സോ ദാറ്റ് ഈസ് effusion. So adana effusion. Okay, so accumulation of excessive fluid in interstitial space is edema, while accumulation of excessive fluid within the body cavities ഇലാണെങ്കിൽ അതിനെ നമ്മൾ effusion എന്ന് പറയും. രണ്ടും pathology ഒക്കെ സെയിം തന്നെ. So interstitial space എന്ന് വെച്ചാൽ between, ഇപ്പോൾ ഇത് ഒരു ടിഷ്യൂ ആണെങ്കിൽ അതിനുള്ള ഇത് ഈ സ്പേസ് ആണ്, in between the cells ആണ്. And body cavities ഏതൊക്കെയാണ്? body cavities pleural cavity ആണെങ്കിൽ നമ്മൾ അതിനെ hydrothorax എന്ന് വിളിക്കാം, അല്ലെങ്കിൽ pleural effusion എന്ന് വിളിക്കും. And if it is in the peritoneal cavity ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പ്രധാനപ്പെട്ട പേര് അസൈറ്റിസ്. ആൻഡ് ഇഫ് ഇൻ ദ പെരികാർഡിയൽ സ്പേസ് ആണെങ്കിൽ ഹൈഡ്രോപെരികാർഡിയം എന്നൊക്കെ വിളിക്കാം. സോ ഇതെല്ലാം ടിഷ്യൂസിന് പുറത്താണ്, കാവിറ്റിയിലാണ്. ആൻഡ് ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞു. ലോക്കലൈസ്ഡ് ഇപ്പോൾ ഉദാഹരണം അലർജിക് എഡീമ, ഒരു ബി നമ്മളെ കുത്തി, ബി സ്റ്റിംഗ്, ഓക്കെ, തേനീച്ച കുത്തി അവിടെ ഉണ്ടാവുന്നത് ഇൻഫ്ലമേറ്ററി എഡീമ, ലിംഫാറ്റിക് എഡീമ, സെർബ്രൽ. സോ ഇതെല്ലാം ലോക്കലൈസ്ഡ് ആണ്. ആൻഡ് ജനറലൈസ്ഡ് ക്യാൻ ബി ഇപ്പോൾ റീനൽ എഡീമ, കാർഡിയാക് എഡീമ, ന്യൂട്രീഷണൽ എഡീമ, അതൊക്കെ ജനറലൈസ്ഡ് എഡീമയാണ്. ഇത് മിക്കവാറും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിന്റെ അടിയിലായിരിക്കും സാധാരണ ഈ എഡീമ ഉണ്ടാവും. ഇനി നമുക്ക് പത്തോഫിസിയോളജി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ചില ഹീമോഡൈനാമിക് ഫോഴ്സസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ് മൂവ്മെന്റ് ഒന്ന് പറഞ്ഞു പോകാം. സപ്പോസ് ഇതൊരു കാപ്പിലറി ആണെന്ന് വിചാരിക്കുക. സോ ദിസ് എ കാപ്പിലറി ആൻഡ് ഇത് അതിന്റെ ആർട്ടീരിയോളാർ എൻഡ് ആണ്. ആർട്ടറീസ് വന്ന് അവസാനിക്കുന്നതിന്റെ അവസാനം ആർട്ടീരിയോൾസ് ഏറ്റവും ചെറുത്, ഇത് കാപ്പിലറി ആണ്. ആൻഡ് ഇത് അതിന്റെ വെനുലാർ എൻഡ് ആണ്. ഇവിടെ നിന്നാണ് വെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ അത് കുറെ ടിഷ്യൂസ് ഉണ്ട് എന്ന് നമ്മളാണ്. സോ ഈ ബിറ്റ്വീൻ ഉള്ളതാണ് ടിഷ്യൂ സ്പേസ് ഓർ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. സോ നമുക്കറിയാം ആർട്ടീരിയോളാർ എൻഡിൽ ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്, അല്ലെ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ ബ്ലഡ് കൂടുതലാണ്. സോ ബ്ലഡിലെ വാട്ടർ, ദിസ് വാട്ടർ ഇൻസൈഡ് ദ ബ്ലഡ്, ദിസ് പ്രൊഡ്യൂസസ് എ പ്രഷർ കോൾഡ് ആസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. സോ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇവിടെ ഉണ്ട്, കൂടുതലാണ്. സോ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. സോ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണ്. സോ വാട്ടർ ഫ്ലൂയിഡ് വിൽ ഗോ ഔട്ട്. സോ വാട്ടറോ ഫ്ലൂയിഡോ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, ബിക്കോസ് ഇവിടെ പ്രഷർ കൂടുതലാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണ്. ആൻഡ് വിൽ ഗോ ഔട്ട് ഫ്രം ദ കാപ്പിലറീസ് ഇൻ ടു ദ ടിഷ്യൂ സ്പേസസ്, ഇങ്ങോട്ടേക്ക്. ഇവിടെ ടിഷ്യൂ ആണെന്ന് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് പോകും. ഇനി വെനുലാർ എൻഡിലെത്തുമ്പോൾ വാട്ടർ പുറത്തേക്ക് ഇവിടുന്ന് കുറെ പോയി കഴിഞ്ഞു. സോ ഇവിടെ കുറെ കൂടി തിക്കാണ്. ആൻഡ് ഇവിടെ പ്ലാസ്മ പ്രോട്ടീൻസ് എസ്പെഷ്യലി ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീനൊക്കെ ഇതിനകത്ത് ധാരാളമുണ്ട്. ആൻഡ് ഇവിടെയും അതുണ്ട്. 25 millimeters മെർക്കുറിയാണ്, ഞാൻ കൃത്യം കണക്കൊന്നും പറയുന്നില്ല. ആൻഡ് ഇവിടെ പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ, ദാറ്റ് മീൻസ് ഈ ആൽബുമിനും പ്ലാസ്മ പ്രോട്ടീൻ മൂലമുള്ള കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ, നമുക്കതിനെ PCOP എന്ന് എഴുതാം. പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ ജസ്റ്റ് ഓൺകോട്ടിക് പ്രഷർ ഓർ ഓസ്മോട്ടിക് പ്രഷർ എന്ന് മാത്രമായിരിക്കും ഇനി പറയുക. സോ ഇതിവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം തിരിച്ചു വരും, അല്ലെ? വിൽ കം ബാക്ക്, ഫ്ലൂയിഡ് വിൽ കം ബാക്ക് ഇൻ ടു ദ വെനുലാർ എൻഡിലേക്ക് തിരിച്ചു വരും. ഫിസിയോളജിയിൽ ലിംഫാറ്റിക് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം 21 ലിറ്ററോളമാണ് പുറത്തേക്ക് പോവുക. ആൻഡ് പക്ഷെ തിരിച്ചു വരുന്നത് 18 ലിറ്റർ മാത്രമേ ഉള്ളൂ. സോ ബാക്കി ഈ ഇവിടെ എത്തുന്ന ഫ്ലൂയിഡ് എങ്ങോട്ടാ പോകുക എന്ന് വെച്ചാൽ അത് ടിഷ്യൂ സ്പേസിൽ നിന്ന് തുടങ്ങുന്ന ലിംഫാറ്റിക്സിലൂടെയാണ് അത് പുറത്തേക്ക് പോവുക. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വഴി കൂടുതൽ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നു, ഇങ്ങോട്ടേക്ക് അത്രയും അകത്തേക്ക് കയറുന്നില്ല. ഈ ഡ്രെയിൻ ചെയ്യുന്നത് ലിംഫാറ്റിക്സ് വഴിയാണ് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്. സോ ലിംഫാറ്റിക്സ് വഴി അവിടെ എത്തുന്നു, തൊറാസിക് ഡക്റ്റിലെത്തുന്നു, അവിടെ നിന്ന് ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ വഴി അത് വീണ്ടും നമ്മുടെ ബ്ലഡിൽ തന്നെ വന്ന് ചേരുന്നുണ്ട്. സോ ലിംഫാറ്റിക്സ് വഴി എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡ് അതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് ഇവിടെ നിന്ന് കൂടുതൽ ഇറങ്ങുന്നു, അത്രയും കയറാത്ത ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് ഡ്രെയിൻ ചെയ്ത് പോകുമ്പോൾ ഇതാണ് നോർമൽ മെക്കാനിസം. സോ ടിഷ്യൂ ഇസ് ഡ്രൈ, നോർമലി ഇവിടെ ഫ്ലൂയിഡ് ഒന്നും കെട്ടിക്കിടക്കുന്നില്ല. നെറ്റ് മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് നോക്കി കഴിഞ്ഞാൽ
മൊത്തം ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ കൂടുതലായിട്ട് നോ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. ഇതാണ് നോർമൽ ഫിസിയോളജി. അപ്പൊ എഡീമ ഉണ്ടാവാനുള്ള 3 കാരണങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഒന്ന് കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മൂലം ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. ഒന്ന് പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ മൂലം ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്ക് വരുന്നു. 3 എക്സ്ട്രാ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വഴി പുറത്തേക്ക് പോകും. സോ അപ്പൊ നീര് എഡീമ വരുന്നത് എപ്പോഴാണ്? കോസ് ഓഫ് എഡീമയാണ് നമ്മൾ പറയുന്നത്. കോസ് ഓഫ് എഡീമ 1, ഇഫ് ദിസ് ഇൻക്രീസസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിയാൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് പുറത്തേക്ക് പോകും. എക്സസ് ഫ്ലൂയിഡ് വിൽ ഡ്രെയിൻ ഔട്ട് ആൻഡ് ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ്, ഇതിനകത്തൊക്കെ ഒരുപാട് ഫ്ലൂയിഡ് അടിഞ്ഞുകൂടും, അക്യുമുലേറ്റ് ചെയ്യും. അതാണ് ഒരു കാരണം. രണ്ടാമത്തത് പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ. ഇവിടെയുള്ള പ്രഷർ പ്ലാസ്മ പ്രോട്ടീൻ കുറഞ്ഞാൽ, പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ കുറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറയും. ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് തിരിച്ചു വരുന്നത് കുറയും. മൂന്നാമത്തത് ഇവിടെ എന്തെങ്കിലും തടസ്സം വന്നാൽ, ലിംഫാറ്റിക് ഡ്രെയിനേജ് തടസ്സപ്പെട്ടാൽ, ഡ്രെയിനേജിന്റെ പരിധിയിൽ കൂടുതൽ എക്സീഡ്സ് ലിംഫാറ്റിക് ഡ്രെയിനേജ് കപ്പാസിറ്റി ആയാലും ഇവിടെ നിന്ന് ഫ്ലൂയിഡ് പോവില്ല. സോ ഇവിടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. സോ 3 കാരണങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി 4ാമത്തെ ഒരു കാരണമുള്ളത്, ഈ ഭാഗത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് കരുതിയ, ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാഗം പൊട്ടി എന്ന് വിചാരിക്കുക. സോ ഇവിടെ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. അതിനൊപ്പം പ്ലാസ്മ പ്രോട്ടീനും എല്ലാം കൂടും. സോ വാസ്കുലാർ പെർമിയബിലിറ്റി കൂടുന്നു ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ. അപ്പോൾ എൻഡോത്തീലിയൽ സെൽസിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാകും, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും, പ്ലാസ്മ പ്രോട്ടീനും പുറത്തേക്ക് പോകും. അപ്പോഴും ഇവിടെ എഡീമ ഉണ്ടാകും. ഇനി 5ാമത്തെ കാരണം എന്ന് പറയുന്നത്, ശരീരത്തിൽ ഏതെങ്കിലും കാരണവശാൽ സോഡിയം റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ സോഡിയം റീറ്റെയിൻ ചെയ്യുമ്പോൾ വാട്ടർ, സോ സോഡിയം വാട്ടർ റീറ്റെയിൻ കൂടിയാൽ, സോ അപ്പോൾ ഇവിടെ ബ്ലഡ് വോളിയം കൂടുതലായിരിക്കും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും. സോ അപ്പോഴും എഡീമ ഉണ്ടാകാം. സോ നമ്മൾ 5 കാരണങ്ങൾ മൂലം എഡീമ ഉണ്ടാകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 1 ഈസ് ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. 2 ഡിക്രീസ്ഡ് പ്ലാസ്മ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ആണ്. 3 ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ആണ്. 4 നമ്മൾ പറഞ്ഞത് ഇൻഫ്ലമേറ്ററി എഡീമയാണ്. 5 നമ്മൾ പറഞ്ഞത് സോഡിയം വാട്ടർ റിറ്റൻഷൻ ആണ്. സോ അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം പറയാം. നമുക്ക് ഈ പോകുന്ന ഫ്ലൂയിഡിനെ ഒന്ന് നമുക്ക് നോക്കാം. ഈ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ കമ്പോസിഷൻ നോക്കി കഴിഞ്ഞാൽ 2 തരം ഫ്ലൂയിഡ് ആണ് പുറത്തേക്ക് പോകുക. ഇവിടെ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ, ഇൻഫ്ലമേറ്ററി എഡീമ ആണെങ്കിൽ ആ പോകുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എക്സ്യുഡേറ്റ് എന്നാണ് വിളിക്കുക. എക്സ്യുഡേറ്റ് അല്ലാത്ത കേസിൽ, നോൺ ഇൻഫ്ലമേറ്ററി കേസിലൊക്കെ നമ്മൾ അതിനെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ട്രാൻസുഡേറ്റ് ആൻഡ് എക്സുഡേറ്റ്. സോ തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് ബാക്ക് ടു ഇതിലേക്ക് വരാം. ഇൻ എക്സുഡേറ്റ് ഓർ ഇൻഫ്ലമേറ്ററി എഡീമയിൽ ഇവിടെ ബ്ലഡിലെ പ്രോട്ടീനും പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പ്രോട്ടീൻ റിച്ച് ആണ് നമുക്ക് പറയാം. പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1.5 gram per deciliter ഇതിനകത്ത് ഉണ്ടാകും. ആൻഡ് ട്രാൻസുഡേറ്റില് പ്രോട്ടീൻ പുറത്തേക്ക് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ പൂവർ ആണ്. ലെസ് ദാൻ 1.5 gram per deciliter മാത്രമേ ഉള്ളൂ. ആൻഡ് എക്സുഡേറ്റിൽ പുറത്തേക്ക് പോകാൻ കാരണം ഇൻഫ്ലമേഷൻ ആണെന്ന് പറഞ്ഞു. ഇൻഫ്ലമേഷൻ മീൻസ് ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി, അത് മൂലമാണ് പുറത്തേക്ക് പോകുന്നത്. ട്രാൻസുഡേറ്റിലോ അത് പെർമിയബിലിറ്റി നോർമൽ ആണ്. സോ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കാം ഓർ ഡിക്രീസ്ഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കാം കാരണം. ആൻഡ് എക്സുഡേറ്റ് ഇതൊരു ആക്റ്റീവ് പ്രോസസ് ആണെങ്കിൽ ഇത് ഒരു പാസീവ് പ്രോസസ് ആണ് എന്നുള്ളതാണ് ഒരു കാര്യം. ആൻഡ് ഇവിടെ കൂടുതൽ സെൽസ് കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ അത്രയും സെല്ല് പോകുന്നില്ല, സെല്ല് കുറവായി. ആൻഡ് കളർ ഓഫ് ഫ്ലൂയിഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലൗഡി ആയിരിക്കും, ക്ലൗഡി യെല്ലോ ബിക്കോസ് ഓഫ് ദ പ്ലാസ്മ പ്രോട്ടീൻ. ഇവിടെ അത്രയല്ല, ഒരു പെയിൽ യെല്ലോ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. 1.020 ആയിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി, 1.012 ഒക്കെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ആൻഡ് ഇതിനകത്ത് ഗ്ലൂക്കോസ് കുറവായിരിക്കും, പക്ഷെ ഇവിടെ നോർമൽ ആണ്. അതുകൊണ്ട് ഗ്ലൂക്കോസ് ഈസ് നോർമൽ ആണ്. പക്ഷെ ഇവിടെ LDH ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് LDH കൂടുതലായിരിക്കും. ഇവിടെ LDH നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ആൻഡ് ഇവിടെ ഇൻഫ്ലമേഷൻ ആണ്. ഇപ്പൊ ഹൈ ഫൈബ്രിനോജൻ കൂടുതലാണ്. ഹൈ ഫൈബ്രിനോജൻ കൂടുതലുള്ളതുകൊണ്ട് കട്ട പിടിക്കാം, അല്ലെ, കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ലോ ഫൈബ്രിനോജൻ ആണ്, അതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ദിസ് ഈസ് ഇൻഫ്ലമേറ്ററി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ ഇപ്പൊ ലോക്കലൈസ്ഡ് ആയിരിക്കും സാധാരണ. ഇൻ എക്സെപ്ഷൻ കേസ് മീൻസ് ദാറ്റ് ഈസ് ഇൻ സെപ്സിസ് എക്സെപ്ഷൻ കേസ് ആണ്, അവിടെ ജനറലായി. ആൻഡ് ഇവിടെ മിക്കവാറും ഇൻഫ്ലമേറ്ററി അല്ല, നോൺ ഇൻഫ്ലമേറ്ററി റീസൺ ആണ്. ഉദാഹരണം ഹാർട്ട് ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ന്യൂട്രീഷണൽ എക്സെട്ര ഒക്കെയാണ് ഇത് സംഭവിക്കുക. അപ്പൊ ആദ്യത്തെ കോസ് ഈസ് ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. സോ ഇത് 2 കാരണങ്ങൾക്കുണ്ടാവും. ഒന്ന് ദാറ്റ് ഈസ് വീനസ് റിട്ടേൺ കുറയുന്നത് മൂലം, ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ ഓർ ഇംപയർഡ് നമുക്ക് എഴുതാം. ഇംപയർഡ് വീനസ് റിട്ടേൺ മൂലം ഉണ്ടാകും. ആൻഡ് ഇത് മൂലം 2 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന് ലോക്കലൈസ്ഡ് ആണ്, ലോക്കലൈസ്ഡ് കംപ്രഷൻ. ഒന്ന് ലോക്കലൈസ്ഡ് ആണ്, അടുത്തത് ക്യാൻ ബി സിസ്റ്റമിക്. സോ ലോക്കലൈസ്ഡ് നോക്കി കഴിഞ്ഞാൽ വെയിൻ ഒബ്സ്ട്രക്ഷൻ ഓർ കംപ്രഷൻ, വെയിന്റെ തടസ്സം.
തടസ്സം, കംപ്രഷൻ ഓർ ഒബ്സ്ട്രക്ഷൻ. ഉദാഹരണം ഡിവെയിൻ ത്രോംബോസിസ് കാലുണ്ടായ, അല്ലെങ്കിൽ ട്യൂമർ, അവിടെ കാലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ ട്യൂമർ മാസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുമൂലം വീനസ് റിട്ടേൺ കുറയും. വീനസ് റിട്ടേൺ കുറയുമ്പോൾ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇനി ലോവർ ലിംസ്, കാലുകൾ ഇൻആക്റ്റീവ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ട്രാഫിക് പോലീസ് ഒരേ നിൽപ്പാണെങ്കിൽ, അപ്പോൾ കാലിൽ ഗ്രാവിറ്റി മൂലം ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, സോ പോസ്റ്റുറൽ എഡീമ ഉണ്ടാകും. ഇനി സിസ്റ്റമിക് കോസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ CHF നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൃദയമാണെങ്കിൽ റൈറ്റ് സൈഡ് ഹെഡ് ഫെയിലിയർ ആണെങ്കിൽ ഇവിടെ നിന്ന് ലങ്സിലേക്കാണ് പോകേണ്ടത്, ഇത് പോകുന്നില്ല, ഇത് കുറവാണ്. അപ്പോഴത്തേക്കും വീനക്കാവയിലെ ഇവിടെയുള്ള പ്രഷർ, ബാക്ക് പ്രഷർ ഇങ്ങോട്ടേക്ക് വർദ്ധിക്കുമ്പോൾ ശരീരം മൊത്തം എല്ലാ ഓർഗനിലും ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാകും. ദെൻ ഇൻ കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസിൽ ഉണ്ടാകാം, ലിവർ സിറോസ്, ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റമിക് റീസൺസ് ഓഫ് ഇംപയർഡ് വീനസ് റിട്ടേൺ ആണ്. ഇനി രണ്ടാമത്തത്, ഒന്ന് വീനസ് റിട്ടേൺ ഇംപയർഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വർദ്ധിക്കാനുള്ള ഒരു കാരണം ആർട്ടീരിയോളാർ ഡയലറ്റേഷൻ ആണ്. ആർട്ടറി കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ചൂട് മൂലമാകാം, അല്ലെങ്കിൽ ന്യൂറോ ഹോർമോണൽ ഡിസ്റെഗുലേഷൻസ് മൂലമാകാം. സോ ആർട്ടറീസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലഡ് വെസൽ ആണെങ്കിൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലഡ് വരുന്നു. കൂടുതൽ ബ്ലഡ് വരുമ്പോഴത്തേക്കും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിൽ ഇൻക്രീസ്. സോ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വർദ്ധിക്കാനുള്ള ചില കാരണങ്ങൾ. ഇനി രണ്ടാമത്തെ കോസ് നമ്മൾ പറഞ്ഞത്, എഡീമയുടെ കോസ് നമ്മൾ പറഞ്ഞത് ഡിക്രീസ്ഡ് ഓൺകോട്ടിക് പ്രഷർ ആണ്. ഡിക്രീസ് ഓൺകോട്ടിക് പ്രഷർ ഇൻ പ്ലാസ്മ, ബ്ലഡിലെ പ്ലാസ്മ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലഡ് വെസൽ ആണ്. ബ്ലഡിനകത്ത് ധാരാളം പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇത് ആൽബുമിൻ ആണ്, ഏറ്റവും കൂടുതലുള്ളത്. ദെൻ ആൽബുമിൻ മൂലമുള്ള പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ, ഗ്ലോബുലിനും ഉണ്ടല്ലോ, ഗ്ലോബുലിനേക്കാൾ 4 times കൂടുതലാണത്. ആൻഡ് ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നോർമൽ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് 6 to 8 gram/dL ആണെങ്കിൽ അത് 5ൽ താഴെ വന്നാൽ, 5 gram/dL താഴെ വന്നാൽ, അല്ലെങ്കിൽ ഓൺലി ആൽബുമിൻ മാത്രം, അത് 3.5 to 7, 5 ആണ് നമുക്കറിയാം. ഡിക്രീസ് ബിലോ 2.5 mg/dL. സോ അപ്പോഴത്തേക്കും പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ കാര്യമായിട്ട് താഴും. സോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൂയിഡ് വരൽ കുറയും, ഇവിടെ ഫ്ലൂയിഡ് കട്ട പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ തങ്ങി നിൽക്കും. സോ ഉദാഹരണം ആൽബുമിൻ പ്ലാസ്മ പ്രോട്ടീൻ കുറഞ്ഞാൽ ഇവിടെയുള്ള ഓൺകോട്ടിക് പ്രഷർ കുറയുന്നു നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്തുള്ള ഇൻട്രാവാസ്കുലാർ വോളിയം കുറയും, അല്ലെ? ഇൻട്രാവാസ്കുലാർ വോളിയം വിൽ ഡിക്രീസ്. ഇൻട്രാവാസ്കുലാർ വോളിയം കുറഞ്ഞു കഴിഞ്ഞാലോ ബ്ലഡ് വോളിയം കുറയാം. ബ്ലഡ് വോളിയം കുറയുമ്പോഴോ കിഡ്നിയിലേക്കുള്ള പെർഫ്യൂഷൻ ഹൈപ്പോ പെർഫ്യൂസ്ഡ് ആവും, അല്ലെ? കിഡ്നിയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയും. ഇപ്പൊ കിഡ്നി പേടിക്കുമ്പോൾ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റം വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഉണ്ടാകും. ഇതെന്ത് ചെയ്യും? ദിസ് വിൽ കോസ് സോഡിയം ആൻഡ് വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. സോ സോഡിയം വാട്ടർ റിറ്റൻഷൻ നമ്മൾ ഇതിന്റെ വേറൊരു കോസ് ആയിട്ടാണ് പറഞ്ഞത്. സോ ഓൾടുഗദർ വീണ്ടും എഡീമ വിൽ ഇൻക്രീസ്, എഡീമ കൂടുതലായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കാൻ കാരണം പ്ലാസ്മ പ്രോട്ടീൻ കുറയുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പ്ലാസ്മ പ്രോട്ടീൻ കുറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ആവശ്യത്തിന് പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ല, സിന്തസിസ് ഈസ് ലെസ്. ഡിക്രീസ് സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. ഈ പ്ലാസ്മ പ്രോട്ടീനിൽ ഏറ്റവും വലിയ ആൾ ആൽബുമിൻ ആണ് നമുക്കറിയാം. ആൽബുമിൻ ഉണ്ടാക്കേണ്ടത് ലിവറാണ്, ലിവറിൽ നിന്നാണ് ആൽബുമിൻ ഉണ്ടാക്കുന്നത്. സോ കടുത്ത സിവിയർ ലിവർ ഡിസീസോ ലിവർ ഡിസീസസ് ലൈക്ക് സിറോസിസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ആൽബുമിൻ ഇല്ലാകുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. ഓ രണ്ടാമത്തത്, പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ അമിനോ ആസിഡ്സ് കിട്ടണം, അല്ലെ? മാൽന്യൂട്രീഷൻ, ഉദാഹരണം ക്വാഷിയോർക്കർ, മരാസ്മസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നില്ല. സോ അസൈറ്റിസ്, എഡീമ, അങ്ങനെയൊക്കെ ഉണ്ടാകാം. മൂന്നാമത്തെ കണ്ടീഷൻ ഈസ് പ്രോട്ടീൻ ഉണ്ട്, ബ്ലഡിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് നഷ്ടപ്പെടുന്ന എവിടെയാണ്? ഇവിടെയുള്ള ഗ്ലോമർലെസിന്റെ പ്രശ്നമാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ഇതിലൂടെ കൂടുതലായിട്ട് പ്രോട്ടീൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇതിങ്ങനെ പോയി യൂറിനിലൂടെ പ്രോട്ടീൻ ഒഴുകി നഷ്ടപ്പെട്ടു പോകും. സോ പ്രോട്ടീൻ ലോസിംഗ് ഗ്ലോമർലോപ്പതീസിൽ ഡ്യൂ ടു അബ്നോർമൽ പെർമിബിലിറ്റി ഓഫ് ഗ്ലോമർലാൽ കാപ്പിലറി, ഇവിടെയുള്ള ഗ്ലോമർലാൽ കാപ്പിലറി പ്രോട്ടീനെ കൂടുതലായിട്ട് കടത്തിവിടും. പ്രോട്ടീനുകൾ കുറഞ്ഞു. ദെൻ ഇൻ ഇൻഡസ്റ്റൈനിൽ നിന്ന് പ്രോട്ടീൻ അബ്സോർഷൻ കുറയ്ക്കുന്ന പ്രോട്ടീൻ ലോസിംഗ് ഗ്യാസ്ട്രോ എൻറ്ററോപ്പതി മൂലവും നമുക്ക് അബ്സോർഷൻ കുറയും. സോ ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുക? പ്രോട്ടീൻ കൂടുതലായിട്ട് കുറയുകയും അത് നമുക്ക് എഡീമ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് പറയേണ്ടത് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇത് സെല്ലുകളാണ്, ഇവിടെ നിന്ന് ലിംഫ് ആരംഭിക്കുന്നു. അപ്പോൾ തേർഡ് കേസ് ഈസ് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ. സോ ഇവിടെ എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡ് പോവേണ്ടത് ലിംഫാറ്റിക്സ് വഴിയാണ്. സോ ഒബ്സ്ട്രക്ഷൻ ഇവിടെ തടസ്സം വരികയാണെങ്കിൽ ഡിസ്റപ്റ്റ് ദ ലിംഫാറ്റിക് ചാനൽ തടസ്സം വരുന്നു. ഇമ്പയർ ദ ക്ലിയറൻസ് ഓഫ് എക്സസ് ഫ്ലൂയിഡ്, ഇതിനകത്ത് കൂടി പോകാനുള്ള സാധ്യത അടങ്ങുന്നു. സോ അപ്പോൾ അവിടെ എന്തുണ്ടാവും? സോ അങ്ങനെയുള്ള എഡീമയെ നമുക്ക് ലിംഫ് എഡീമ എന്ന് പറയും. ലിംഫ് എഡീമ ഉണ്ടാവും. സോ ഇവിടെ ഒരു മുറിവ് മൂലമായിരിക്കാം, ട്രോമ മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഇറേഡിയേഷൻ, നമ്മൾ റേഡിയേഷനെ കൊടുക്കുമ്പോഴും മുറിവ് വരാം. ദെൻ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഇൻവേസീവ് ട്യൂമർ, ഇവിടെ ട്യൂമർ ഉണ്ടെന്ന് വിചാരിക്കാം.
ആയിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഫൈബ്രോസിസ്, ഈ ഭാഗമൊക്കെ ഫൈബ്രോട്ടിക് ആയി കഴിഞ്ഞാലും ലിംഫ് വെസൽസ് ബ്ലോക്ക് ആകാം. ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ റേഡിയൽ മാസ്റ്റക്ടമി, സോ ഇത് ബ്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മൾ മുറിച്ച് മാറ്റുകയാണെന്ന് വിചാരിക്കുക. സ്തനം റിമൂവ് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ കക്ഷത്തിന്റെ ഇത് കൈ ഭാഗമാണ്, ഈ ഭാഗത്തേക്കുള്ള നമ്മൾ ഇതിലൂടെയാണ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത്. ലിംഫാറ്റിക് സ്പ്രെഡ്, മെറ്റാസ്റ്റാസ് ഉണ്ടാവും. അതില്ലാതിരിക്കാൻ നമ്മൾ ഇതും കൂടി അങ്ങോട്ട് മുറിച്ച് മാറ്റും. റിമൂവ് ചെയ്യുമ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുമൂലം ഈ കയ്യിൽ എന്നും എഡീമ ആയിരിക്കും. സോ കൈ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായി എഡീമ ഇൻ ദാറ്റ്, ആ ഭാഗത്തെ കയ്യിൽ നമുക്ക് എഡീമ ഉണ്ടാകും. രണ്ടാമത്തെ എക്സാമ്പിൾ ഇൻ ഫൈലേറിയാസ് ആണ്. ഫൈലേറിയാസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചെറിയ ബാങ്ക്രോഫ്റ്റി മൂലമുള്ള എലഫന്റിയാസ് ആണ്. മലയാളത്തിൽ മന്ദരോഗം എന്ന് നമ്മൾ പറയും. സോ അവിടെ ഇൻഫെക്ഷൻ മൂലം, ഇതിപ്പോൾ ലിംഫ് ആണെങ്കിൽ അത് ഇൻഫെക്ഷൻ മൂലം ഇവിടെ ലിംഫ് അടയുന്നു. സോ ദീർഘനാൾ പതിയാണല്ലോ നടക്കുക. ഇൻഫെക്ഷൻ മൂലം ലിംഫാറ്റിക് ആ ഭാഗം ഫൈബ്രോട്ടിക് ആകുകയാണ് ചെയ്യുന്നത്. സോ കാലിലും ഇപ്പോൾ ഇയാളുടെ കാലാണെന്ന് വിചാരിച്ചാൽ ഇത് ജെനിറ്റൽ ഭാഗത്ത് സ്ക്രോട്ടം ആണെന്ന് വിചാരിച്ചാൽ കാലും വലുതാകും, സ്ക്രോട്ടവും വലുതാകും. സോ അവിടെ നീര് കെട്ടി കിടക്കുന്നതാണ്. സോ കാലിലും എക്സ്റ്റേണൽ ജെനിറ്റാലിയ സ്ക്രോട്ടം ഭാഗങ്ങളിൽ എഡീമ ഉണ്ടാകും. തുടർച്ചയായിട്ട് ദീർഘനാൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളിവിടെ പിടിച്ചു ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കുഴിയേണ്ടതാണ്. അത് കുഴിവുണ്ടാകുന്നില്ല. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എഡീമ ഇസ് കോൾഡ് ആസ് നോൺ പിറ്റിംഗ് എഡീമ ഉണ്ടാകും. ഞെക്കി കഴിഞ്ഞാൽ കുഴിയുന്നില്ല. ഇനി മറ്റൊരു കേസ് കൺജെനിറ്റൽ ആണ്. കൺജെനിറ്റൽ ഉദാഹരണം എക്സാമ്പിൾ ഈസ് മിൽറേസ് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിൽ സോ ഹെറിഡിറ്ററി ലിംഫ് എഡീമയാണ്. സോ അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ലിംഫ് ചാനലിന്റെ അബ്നോർമൽ ഡെവലപ്മെന്റ് മൂലം ഉണ്ടാകുന്ന കേസ്. ഇനി നാലാമത്തെ കേസ് സോൾട്ട് ആൻഡ് വാട്ടർ റിറ്റൻഷൻ ആണ്. സോഡിയം വാട്ടർ റിറ്റൻഷൻ. സോ സോഡിയം റിറ്റൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് വെള്ളവും റിറ്റൈൻ ചെയ്യും. കാരണം എന്താ, ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. സോഡിയം കൂടുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടും. അത് ഈക്വലാക്കാനായിട്ട് വെള്ളവും റിറ്റൈൻ ചെയ്തേ പറ്റൂ. സോ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടിയാണ്. സോ സോഡിയം ആൻഡ് വാട്ടർ റിറ്റൻഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വെള്ളം ബ്ലഡ് വെസൽസിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം കൂടും അല്ലെ. ബ്ലഡ് വോളിയം കൂടുമ്പോൾ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുന്നു, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നു. വോളിയം എക്സ്പാൻഷൻ. സോ വോളിയം എക്സ്പാൻഷൻ വരുമ്പോൾ വേറെ കാര്യം കൂടി സംഭവിക്കും. അത്രയും പ്ലാസ്മ പ്രോട്ടീൻസ് ബ്ലഡിൽ ഉണ്ടാവണമെന്നില്ല. സോ അപ്പോൾ ഡിക്രീസ്ഡ് ഓൺകോട്ടിക് പ്രഷർ, അപ്പോഴത്തേക്കും വീണ്ടും അതും എഡീമയ്ക്ക് കാരണം. ഇത് ഈ ബ്ലഡ് ആണ് കിഡ്നിയിലെത്തുക. കിഡ്നിയിലെത്തുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് റീനൽ ഹൈപ്പോപെർഫ്യൂഷൻ ആണ്. ഹൈപ്പോപെർഫ്യൂഷൻ വരുമ്പോൾ ആദ്യം വീണ്ടും സോഡിയം വാട്ടർ റിറ്റൻഷനൊക്കെ ശ്രമിക്കും. പക്ഷെ അത് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും അവസാനം ഇത് ഫലമില്ലാത്ത വരും. കൂടുതൽ വെൻ ഹാർട്ട് ഫെയിലിയർ വേഴ്സൺസ്, റിറ്റൻഷൻ മാത്രം കൂടുന്നു. സോ എഡീമ എഫ്യൂഷൻ വർദ്ധിച്ചു വരികയും ഹാർട്ട് ഫെയിലിയർ കൂടിക്കൊണ്ടേയിരിക്കുകയും. സോ അൾട്ടിമേറ്റ്ലി ദിസ് ലീഡ്സ് ടു എഡീമ. ലാസ്റ്റ് കോസ് ഈസ് ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ മീൻസ് വാസ്കുലാർ എൻഡോത്തീലിയൽ സെൽസ്, ഇവിടെയുള്ള സെൽസ് ചുരുങ്ങുന്നു. ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി, കാപ്പിലറി പെർമിയബിലിറ്റി വർദ്ധിക്കുന്നു. എൻഡോത്തീലിയൽ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ. സോ ഇവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും വാസ്കുലാർ പെർമിയബിലിറ്റി കൂടി പുറത്തേക്ക് ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോകാം. സോ അപ്പോൾ ഉണ്ടാവുന്നത് എക്സുഡേറ്റ് ആണ്. എക്സുഡേറ്റ് എഡീമയാണ് നമ്മൾ പറഞ്ഞു. അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഇതുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് കാർഡിയാക് എഡീമ, പൾമണറി എഡീമ, റീനൽ എഡീമ, അങ്ങനെയൊക്കെയുള്ള സെറിബ്രൽ, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ പുറകുള്ള വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.